ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡീഫിൽറ്റർ കുക്കിംഗ് വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് റവയും കടലമാവും കൊണ്ടുള്ള സ്വീറ്റായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരുടെയും വീടുകളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. വറുത്ത റവയും കടലമാവും കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് റവ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് റവ കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ 1.5 കപ്പ് കടലമാവ് ചേർക്കാം. 1/2 കപ്പ് കടലമാവ് കൂടി ചേർക്കാം. റവയും കടലമാവും എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഇപ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി എടുത്തു. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം. ആദ്യം കുറച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം മിക്സാക്കി കൊടുക്കാം. മാവ് അധികം ലൂസാക്കാതെ ടൈറ്റായി തന്നെ കുഴച്ചെടുക്കണം. ഇതേ ഒരളവിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതേ ഒരളവിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വെക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളുണ്ടാക്കുന്ന ലഡുവിൽ ചേർക്കാനായിട്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാൻ മതി, കയ്യിലുണ്ടെങ്കിൽ മാത്രം. അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. ഇത് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഈ പാനിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാനിൽ ഒഴിച്ചിരിക്കുന്ന ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റണം.
അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. 1 സ്ട്രീം കൺസിസ്റ്റൻസി ആവുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് കുറുകി വരണം. പഞ്ചസാര സിറപ്പ് തൊട്ട് നോക്കുമ്പോൾ നൂല് പോലെ വലിയുന്നത് കാണാം. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. പൊട്ടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡർ ജാറിൽ ഇട്ടതിന് ശേഷം പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡർ ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സായ പിസ്തയും ബദാമും ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ. ചേർത്താൽ ലഡുവിന് നല്ല സ്വാദ് ഉണ്ടാകും. കൈകൊണ്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം പഞ്ചസാര സിറപ്പ് ഇതിലേക്ക് കുറച്ചൊഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ബോളുകളാക്കി മാറ്റാം. മുഴുവൻ ലഡുവും ഇത്തരത്തിൽ ബോളുകളാക്കി മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മുഴുവൻ ലഡുവും ഇത്തരത്തിൽ ബോളുകളാക്കി മാറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കടലമാവും സൂചിയും കൊണ്ടുള്ള ലഡു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ റെസിപ്പിയായി വരുന്നത് വരെ ബൈ.